ബിസ്മില്ലാ അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ അശ്റഫി റസൂലില്ലാ വഅലാ ആലിഹി വഅസ്ഹാബിഹി അൽഫായിസീന ബിറളില്ലാഹ് അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹു വഅഷ്ഹദു അന്ന മുഹമ്മദൻ അബ്ദുഹു വറസൂലുഹു അമ്മാ ബഅദ്. നമ്മുടെ ഈ മീസാൻ ഒതുവിഭവങ്ങള് നമ്മളിപ്പോൾ ഫഅല ഫഅല ഫഅലു ഫഅലത്ത് ഫഅലത്ത ഫഅലന ഫഅലത്ത ഫഅലത്തുമാ ഫഅലത്തു ഫഅലത്തി ഫഅലത്തുമാ ഫഅലത്തുന്ന ഫഅലത്തു ഫഅലന അത് നമ്മൾ സിർഫാക്കി. അതിൽ ആദ്യത്തെ മൂന്നെണ്ണത്തിന് നമ്മൾ അവനൊരു പുരുഷൻ പ്രവർത്തിച്ചു, അവർ രണ്ട് പുരുഷന്മാർ പ്രവർത്തിച്ചു, അവർ കുറെ പുരുഷന്മാർ പ്രവർത്തിച്ചു എന്ന് അർത്ഥം പറഞ്ഞു. രണ്ടാമത്തേന് അവളൊരു സ്ത്രീ, അവർ രണ്ട് സ്ത്രീകൾ, അവർ കുറെ സ്ത്രീകൾ, ഇങ്ങനെ അർത്ഥം പറഞ്ഞു. ഈ അവൻ 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 എന്ന് പറയുന്നതിന് ഗായിബ് എന്നാണ് പറയുക. എന്ന് പറഞ്ഞാൽ അഭാവത്തിന്റെ മേൽ അറിയിക്കുന്ന ഒരു പ്രയോഗമാണല്ലോ അവൻ. അപ്പൊ ഫഅല എന്നുള്ളത് ഗായിബാണ്, ഫഅല എന്നുള്ളത് ഗായിബാണ്, ഫഅലു എന്നുള്ളത് ഗായിബാണ്, ഫഅലത്ത് എന്നുള്ളത് ഗായിബാണ്, ഫഅലത്ത എന്നുള്ളത് ഗായിബാണ്, ഫഅൽന. ആ ആറും എന്താണ്? ആ ആറും ഗായിബാണ്. നീ ഫഅൽത ഫഅൽതുമാ ഫഅൽതും ഫഅൽതി ഫഅൽതുമാ ഫഅൽതുന്ന ഫഅൽതു ഫഅൽന. ആ നീ എന്നർത്ഥം പറയുന്ന എല്ലാം എന്താണ്? ഹാദിറ. അത് നമ്മൾ നമ്മുടെ മുന്നിൽ സന്നിഹിതരായ ആളുകളോട് പറയുന്ന പ്രയോഗമാണല്ലോ നീ. നമ്മൾ മുഖാമുഖം പറയുന്ന പ്രയോഗമല്ലേ, അതുകൊണ്ട് അതിന് ഹാദിർ എന്ന് പറയും. അവൻ അർത്ഥം പറയുന്നതിനൊക്കെ ഗായിബ് എന്ന് പറയും. ഞാൻ നമ്മൾ എന്ന് പറയുന്ന അർത്ഥം പറയുന്നതിന് മുത്തക്കല്ലിം എന്ന് പറയും. ഇപ്പൊ 3 ജാതി പ്രയോഗങ്ങളാണ് ഇപ്പൊ നമ്മൾ പഠിച്ചത്. മൊത്തത്തിൽ എല്ലാത്തിലും മനസ്സിലായി? പറഞ്ഞാൽ മനസ്സിലാകുന്നുണ്ടോ? അവ്യക്തത ഒന്നുമില്ലല്ലോ. ആരും പ്രതികരിക്കാത്ത? ഇല്ലല്ല, മനസ്സിലായിട്ടുണ്ട്. മനസ്സിലായിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ ആദ്യത്തെ ആറെണ്ണം അവൻ എന്നർത്ഥം പറയുന്നതൊക്കെ ഗായിബ്, നീ എന്നർത്ഥം പറയുന്നതൊക്കെ ഹാദിർ, ഞാൻ നമ്മൾ എന്നർത്ഥം പറയുന്നതൊക്കെ മുത്തക്കല്ലിം. അപ്പൊ അത് മനസ്സിലായി. അതിപ്പോ എല്ലാത്തിലും ഉണ്ട്. ഫഅലയിലുണ്ട്, മാഫഅലയിലുണ്ട്, ഫുഇലയിലുണ്ട്, മാഫുഇലയിലുണ്ട്. ഇനി വരുന്നതിലും ഉണ്ടാവും. അതുപോലെ അവൻ അവൻ എന്ന് പറയുന്നതിന് വഹദാൻ എന്ന് പറയും. രണ്ട് എന്നർത്ഥം പറയുന്നതിനും തസ്നിയ എന്ന് പറയും. എന്ന് പറഞ്ഞാൽ ഏകവചനത്തിന്റെ മേൽ അറിയിക്കുന്ന അവൻ അത് വഹദാനാണ്. ഒരു അവൻ ഒരു, നീ ഒരു എന്നറിയിക്കുന്ന ഒരു എന്നർത്ഥം പറയുന്നതൊക്കെ വഹദാനാണ്. രണ്ട് എന്നർത്ഥം പറയുന്നതിനൊക്കെ തസ്നിയാണ്. കുറെ എന്നർത്ഥം പറയുന്നത് ജമ്മാണ്. അപ്പോ ഫഅല എന്നുള്ളത് ഗായിബാണ്, വഹദാനാണ്. ഫഅല എന്നുള്ളത് ഗായിബാണ്, തസ്നിയാണ്. ഫഅലു എന്നുള്ളത് ഗായിബാണ്, ജമ്മാണ്. ഫഅലത്ത് വഹദാനാണ്, ഫഅലത്ത തസ്നിയാണ്, ഫഅൽന ജമ്മാണ്. ആദ്യത്തെ വഹദാൻ, രണ്ടാമത്തെ തസ്നിയ, മൂന്നാമത്തെ ജമ്മ്. അത് മനസ്സിലായില്ലേ? ഒന്നും മനസ്സിലായില്ലേ? മനസ്സിലാകണ്ട, കേട്ടാ മതി, പിന്നെ അങ്ങ് മനസ്സിലാവും. മനസ്സിലായിട്ടുണ്ട്. അൽഹംദുലില്ലാ. വേഗം മനസ്സിലാവും. നിങ്ങളും വലിയ ആളുകളല്ലേ, ചെറിയ ആളുകളൊന്നുമല്ലല്ലോ. അസ്സലാമു അലൈക്കും ഉസ്താദെ, ഇത് കിതാബിൽ ചെറുങ്ങനെ നോട്ട് ചെയ്ത് വെക്കുന്നോണ്ട് പ്രശ്നമുണ്ടോ? ഒന്നും പ്രശ്നമില്ല. ശരിക്കും ചെറുങ്ങനല്ല, വെക്കാല. ചെറുങ്ങനെ തന്നെ. ചേറി വന്നാല് ഒരു 100 രൂപ കൊടുത്ത് ഒരു കിതാബും കൂടി പിന്നെ വാങ്ങേണ്ടി വരുന്നേ ഉള്ളൂ. അതുകൊണ്ട് നിങ്ങളെ ഏതം പോലെ നോട്ട് ചെയ്ത് വെച്ചു, ഞാൻ കാണുന്നില്ലല്ലോ. അതൊന്നും പ്രശ്നമില്ല. കിതാബിലോ അല്ലെങ്കിൽ വേറെ നോട്ടിലോ എങ്ങനെയും നോട്ട് ചെയ്ത് വെക്കാം. അപ്പൊ അത് ബാക്കി പിന്നെ പഠിക്കാം. അതിന്റെ കുറച്ചും കൂടി പഠിക്കാനുണ്ട്. പിന്നെ മുസ്ബത്ത് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. പ്രവർത്തിച്ചു എന്ന് പറഞ്ഞാൽ മുസ്ബത്താണ്, പ്രവർത്തിച്ചിട്ടില്ല എന്ന് പറഞ്ഞാൽ നഫിയാണ്. അത് ഇതെല്ലാത്തിലും ഉണ്ട്. മാ ഫഅല, ഫഅല പ്രവർത്തിച്ചു മുസ്ബത്ത്, മാ ഫഅല നഫി, ഫുഇല മുസ്ബത്ത്, മാ ഫുഇല നഫി. അപ്പൊ അതാണ് ഇങ്ങനെ കിതാബ് തിരിച്ചു പിടിച്ചാൽ കാണുന്നത്. അതാണ് എഴുതിയത്. സീഗത്ത് വഹദാന ഫഅല, അത് നോക്കി ഫഅല
സീഗത്തു വഹദാന മുദക്കർ ഗായിബ് അത് ഇസ്ബാത്ത് ഫീലുൻ മാദിൻ മഅറൂഫുൻ ളമീറു ദറവ് ഹുവ. അതിപ്പോ നിങ്ങൾക്ക് സീഗത്തു വഹദാന എന്നുള്ളത് മനസ്സിലായി. ഏകവചനത്തിന്റെ രൂപമാണ്, ഏകവചന രൂപമാണ് എന്നതിനർത്ഥം. മുദക്കരിൻ പുല്ലിംഗമായ, ഗായിബിൻ ഗായിബായ എന്ന് പറഞ്ഞാൽ അവൻ എന്നർത്ഥം പറയുന്ന, അത് ഇസ്ബാത്ത് ഇത് മുസ്ബത്താകുന്നു എന്ന് പറഞ്ഞാൽ വിധിവാക്യമാകുന്നു. ഫീലുൻ മാദിൻ മാദിയായ ഫീലാണ്, മഅറൂഫുൻ മഅറൂഫായ ഫീലാണ്, ലമീർ ദറവ് ഇതിലുള്ള ലമീർ അവൻ എന്നാണ്. എന്ന് പറഞ്ഞാൽ ഫഅല പ്രവർത്തിച്ചു എന്നാണ് ഫഅലയുടെ അർത്ഥം. അവൻ എന്നുള്ളത് അതിന്റെ ഉള്ളിലാണുള്ളത്. അത് ഫഅല ചെറുങ്ങനെ പൊളിച്ചു നോക്കിയാൽ അതിൽ കാണും അവൻ. ഫഅലന്റെ മേലെ അവനില്ല, ഫയലിന്റെ ഉള്ളിൽ. അത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ലാബ് കൊണ്ടുപോയി പരിശോധിച്ചാല് അതിന്റെ ഉള്ളിലുള്ള അവൻ കാണും, ഒന്ന് ഉടച്ചാ കാണും അവൻ. അതുകൊണ്ടാണ് ലമീർ ദറവ് ഇതിലുള്ള ലമീർ ആകുന്ന ഹുവ എന്ന് പറഞ്ഞത്. ഇനി കുറച്ച് ഊതുക. ഫസ്ലുൻ ഞാനൊന്ന് മൂട്ടാക്കുന്നുണ്ട്, സൗണ്ട് ക്ലിയർ ആയിട്ട് കേൾക്കാൻ പറ്റുന്നു. ഫസ്ലുൻ നമ്മളിപ്പം പഠിച്ചത് ആദ്യം ഫഅല മാദി മഅറൂഫ് എന്ന് പറയും. മാ ഫഅല മാദി മഅറൂഫ് നഫി പഠിച്ചു. ഫുഇല മാദി മജ്ഹൂലി മുസ്ബത്ത് പഠിച്ചു. മാ ഫുഇല മാദി മജ്ഹൂലി നഫി പഠിച്ചു. മാദി മഅറൂഫ് മുസ്ബത്ത് ഫഅല, മാ ഫഅല മാദി മഅറൂഫ് നഫി, ഫുഇല മാദി മഅറൂഫ് മജ്ഹൂൽ മാദി മജ്ഹൂൽ മുസ്ബത്ത്, മാ ഫുഇല മാദി മജ്ഹൂൽ നഫി. അത് അതിന്റെ ആ സീഗ എന്ന് പറഞ്ഞാൽ അത് വായിച്ചു നോക്കിയാൽ അതിലുണ്ടാവും ഈ പറഞ്ഞ്. ഫസ്ലുൻ ഇൽം നീ മനസ്സിലാക്കണം, നീ അറിയണം. അന്നൽ ഫീലൽ മുസ്തഖ്ബില മുസ്തഖ്ബിലായ ഫീല് നമ്മളിപ്പം പഠിച്ച മാദിയായ ഫീലാണ്, കഴിഞ്ഞ കാലത്തിന്റെ മേൽ അറിയിക്കുന്ന ഫീലാണ് ഇപ്പൊ നമ്മൾ പഠിച്ചത്. ഇനി മുസ്തഖ്ബിലായ ഫീല് ഭാവി കാലത്തിന്റെ മേൽ അറിയിക്കുന്ന ഫീല്. അടിച്ചു ഇടിച്ചു ഉടച്ചു എന്ന് മാത്രം പറഞ്ഞാൽ പോരല്ലോ, നമുക്ക് അടിക്കും ഇടിക്കും ഉടക്കും എന്നൊക്കെ പറയണ്ടേ. അപ്പൊ അതിനാണ് മുസ്തഖ്ബിൽ, ഭാവിയുടെ മേൽ അറിയിക്കുന്ന വാചകം. അത് ഒരു ഫീലാണ്. യദ്ഖുലു ഫീ അവ്വലിഹി അതിന്റെ ആരംഭത്തിൽ കടക്കും. ഇഹ്ദ സവായിദിൽ അർബഈ 4 സായിദകളാകുന്ന യാസ്തിയായി വരുന്ന അക്ഷരങ്ങളിൽ ഒന്ന്. അല്ലത്തി എങ്ങനെയുള്ള 4 അക്ഷരങ്ങൾ? യജ്മഉഹ ഖൗലുക അതിനെ ഒരുമിച്ച് കൂട്ടും, ഖൗലുക നിന്റെ വാക്ക്, അതൈന എന്ന വാക്ക്, ഔ നെഹ്തി നെഹ്തി എന്ന വാക്ക് എന്ന് പറഞ്ഞാല് അതൈന എന്നതിലുള്ള 4 അക്ഷരം ഉണ്ട്. അതൈനയിൽ ആ ത യ ന ഈ 4 അക്ഷരങ്ങളിൽ ഏതെങ്കിലും ഒരു അക്ഷരം ഉണ്ടാകും മുസ്തഖ്ബിലായ ഫീലിൽ. എല്ലാ മുസ്തഖ്ബിലും ലോകത്തുള്ള അമേരിക്കയിലും ലണ്ടനിലെല്ലാം നമ്മൾ ആ പറഞ്ഞു നോക്കി, പിന്നെ അവിടെയൊക്കെ ഉള്ള മുസ്തഖ്ബിലായ ഫീലിൽ ഈ 4 അക്ഷരം ഉണ്ട്. അമേരിക്കയിലുണ്ട്, ലണ്ടനിലുണ്ട്. ഐക്യരാഷ്ട്രസഭ നേതാക്കന്മാരോടൊക്കെ ചോദിച്ചാണ്. അപ്പൊ ലോകൊട്ടാകെയുള്ള എല്ലാ മുസ്തഖ്ബിലായ ഫീലിലും ഈ 4 അക്ഷരത്തിൽ ഒരു അക്ഷരം ഉണ്ടാവും. ഏത് 4 അക്ഷരം? നിന്റെ വാക്ക് ഒരുമിച്ച് കൂട്ടുന്ന 4 അക്ഷരം. അതൈന എന്നുള്ള വാക്ക് ഒരുമിച്ച് കൂട്ടുന്ന, അല്ലെ നെഹ്തി എന്നുള്ള, രണ്ടും ഒന്ന് തന്നെയാണ്. 2 വാചകം, ഒന്നിച്ചുള്ള 2 എണ്ണം പറഞ്ഞു തന്നേ ഉള്ളൂ. നെഹ്തിയിലുള്ള വാചകം അല്ലെ അതൈനയിലുള്ള രണ്ടും ഒന്നാണ്. നെഹ്തി നൂന് ഹംസ താവ് യാവ് ഈ ഏതെങ്കിലും അക്ഷരം ഉണ്ടാവും. അങ്ങനെയുള്ള ഫീലാണ് മുസ്തഖ്ബിലായ ഫീല്. അപ്പൊ യഫ്അലു യഫ്അലാനി യഫ്അലൂന, തഫ്അലു തഫ്അലാനി യഫ്അൽന, തഫ്അലു തഫ്അലാനി തഫ്അലൂന, തഫ്അലീന തഫ്അലാനി തഫ്അൽന, അഫ്അലു നഫ്അലു. യഫ്അലു അവനൊരു പുരുഷൻ പ്രവർത്തിക്കും, യഫ്അലാനി അവർ 2 പുരുഷന്മാർ പ്രവർത്തിക്കും, യഫ്അലൂന അവർ കുറെ പുരുഷന്മാർ പ്രവർത്തിക്കും, തഫ്അലു അവർ സ്ത്രീ പ്രവർത്തിക്കും, തഫ്അലാനി അവർ 2 സ്ത്രീകൾ പ്രവർത്തിക്കും, യഫ്അൽന അവർ കുറെ സ്ത്രീകൾ പ്രവർത്തിക്കും,
തഫ്അലു നീ ഒരു പുരുഷൻ പ്രവർത്തിക്കും, തഫ്അലാനി നിങ്ങൾ രണ്ട് പുരുഷന്മാർ പ്രവർത്തിക്കും, തഫ്അലൂന നിങ്ങൾ കുറെ പുരുഷന്മാർ പ്രവർത്തിക്കും, തഫ്അലീന നീ ഒരു സ്ത്രീ പ്രവർത്തിക്കും, തഫ്അലാനി നിങ്ങൾ രണ്ട് സ്ത്രീകൾ പ്രവർത്തിക്കും, തഫ്അൽന നിങ്ങൾ കുറെ സ്ത്രീകൾ പ്രവർത്തിക്കും, അഫ്അലു ഞാൻ പ്രവർത്തിക്കും, നഫ്അലു നമ്മൾ പ്രവർത്തിക്കും. അപ്പൊ അതുപോലെ സെർഫാക്കണം. യദ്രിബു യദ്രിബാനി യദ്രിബൂന, തദ്രിബു തദ്രിബാനി തദ്രിബൂന, യദ്രിബിന തദ്രിബു തദ്രിബാനി തദ്രിബൂന, തദ്രിബീന തദ്രിബാനി തദ്രിബിന, അദ്രിബുന അദ്രിബു. യൻസുർ യൻസുറാനി യൻസുറൂന, തൻസുർ തൻസുറാനി യൻസുർന, തൻസുർ തൻസുറാനി തൻസുറൂന, തൻസുരീന തൻസുറാനി തൻസുർന, അൻസുറു നൻസുറു. വേഗം കഴിയുമത്. യഫ്അലു യഫ്അലാനി അർത്ഥം ആലോചിച്ചുകൊണ്ട് സെർഫാക്കണം. ഇനി ഇത് പ്രവർത്തിക്കും എന്ന് മാത്രം പറഞ്ഞാൽ പോലെ അല്ല, പ്രവർത്തിക്കൂല എന്നും പറയണ്ടേ. ഫസ്ലുൻ വൈദാ അറത്താൻ തംഹിയൽ മുസ്തഖ്ബില, മുസ്തഖ്ബിലായ ഫീലിനെ നിഷേധിക്കാൻ നീ ഉദ്ദേശിച്ചാൽ ഫസിദ് ഫി അവലിഹി ലാ, അതിന്റെ ആദ്യത്തിൽ നീ ഏറ്റണം, ലാനെ ഏറ്റണം. ഒരു ലാ കൊടുത്താൽ മതി. യഫ്അലു എന്നുള്ളതിന് പകരം ഒരു ലാ കൊടുത്താൽ, യഫ്അലു എന്നുള്ള ഫീൽ ഒരു ലാ കൊടുത്താൽ ലാ യഫ്അലു അവനൊരു വിഷയം പ്രവർത്തിക്കൂല എന്ന് കിട്ടും. നേരത്തെ നമ്മൾ മാദിയിൽ മായ കൊടുത്തിരുന്നത്, ഇതിൽ ലായാണ് കൊടുക്കേണ്ടത്. ഇപ്പൊ ലാ യഫ്അലു ലാ യഫ്അലാനി ലാ യഫ്അലു യഥാർത്ഥത്തിൽ പറയേണ്ടതില്ല, നിങ്ങൾക്കറിയാം അർത്ഥം. ലാ യഫ്അലു അവനൊരു വിഷയം പ്രവർത്തിക്കുകയില്ല, ലാ യഫ്അലാനി അവർ രണ്ട് പുരുഷന്മാർ പ്രവർത്തിക്കുകയില്ല, ലാ യഫ്അലൂന ലാ തഫ്അലു ലാ തഫ്അലാനി ലാ യഫ്അൽന, ലാ തഫ്അലു ലാ തഫ്അലാനി ലാ തഫ്അലൂന, ലാ തഫ്അലീന ലാ തഫ്അലാനി ലാ തഫ്അൽന, ലാ അഫ്അലു ലാ നഫ്അലു. അപ്പൊ ഈ ഇതുവരെ എടുത്ത എല്ലാം നാളേക്ക് എന്ത് ചെയ്യണം? സെർഫാക്കി കൊണ്ടുവരണം. ഒരു 4-5 പ്രാവശ്യം സെർഫാക്കിയാൽ മതി. ഹലോ ആരിഫ, കഴിഞ്ഞിട്ടില്ല ആരിഫ, ഞാൻ 5-10 മിനിറ്റ്. അപ്പം യഫ്അലു യഫ്അലാനി യഫ്അലൂന തഫ്അലു തഫ്അലാനി യഫ്അൽന തഫ്അലു തഫ്അലാനി തഫ്അലൂന തഫ്അലീന തഫ്അലാനി തഫ്അൽന അഫ്അലു നഫ്അലു. അത് സെർഫാക്കി പഠിക്കുക. വേഗം കഴിയൊന്നുമില്ല. ഇൻഷാ അല്ലാഹ് വേണമെങ്കിൽ അതിന്റെ അർത്ഥവും ആ വാചകവും നിങ്ങൾക്ക് PDF ആയിട്ട് നിങ്ങളെ ഗ്രൂപ്പിൽ ഇട്ട് തരും ഇൻഷാ അല്ലാഹ്. പറഞ്ഞു പഠിക്കലേ നിർവാഹവും, വേറെ വിദ്യകളൊന്നുമില്ല. എന്തെങ്കിലും ഉറുക്കാട്ട് എഴുതിയിട്ട് നമുക്ക് ഭക്ഷണത്തിലാക്കി കഴിച്ചാല് അത് പഠിക്കാനാവുമെങ്കിൽ അങ്ങനെ ചെയ്യായിരുന്നു. പക്ഷെ അതുകൊണ്ടൊന്നും കാര്യമില്ല. ഭക്ഷണത്തിലാക്കി ഉറുക്ക് കഴിച്ചുകൊണ്ടൊന്നും ഇത് യഫ്അലു യഫ്അലാനി എന്നുള്ള എഴുതിയിട്ട് നമ്മൾ പാടാക്കുക തന്നെ ചെയ്യണം. അല്ലെ ജ്യൂസ് അടിച്ച് കുടിച്ചാലൊന്നും അതുകൊണ്ടൊന്നും പഠിയൂല, ഇത് പാടാക്കാതെ. ഇൻഷാ അല്ലാഹ്. അല്ലാഹു തആല തൗഫീഖ് ചെയ്യട്ടെ. മൂട്ട ഒഴിവാക്കുക.